ഇത് മനസ്സിലായിക്കോ, കണ്ട ഒരുപോലെ ഉണ്ടെങ്കിലും എല്ലാം ഡിഫറെന്റ് യൂസേജ് ആണ്. ശരിക്കും നിങ്ങൾക്ക് ഉപകാരപ്പെടും. സേവ് ചെയ്ത് വെച്ചോ. ആദ്യത്തത് ക്യാൻ ഐ ആസ്ക്. ക്യാൻ ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ക്യാൻ ഐ ആസ്ക് എന്നാൽ ഞാൻ ചോദിച്ചോട്ടെ എന്നാ ക്യാൻ ഐ ആസ്ക്. അതിൽ വലിയ റെസ്പെക്റ്റ് ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ ഈ ക്യാൻ മാറ്റിയിട്ട് നിങ്ങൾ കുഡ് ആക്ക്. കുഡ് ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി റെസ്പെക്റ്റ് കൂടും. അവിടെ മേ ആക്കി നോക്ക്. മേ ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിച്ചോട്ടെ. വളരെ റെസ്പെക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ്. മേ ആസ്ക്, മേ ആസ്ക് യു എ ക്വസ്റ്റ്യൻ. ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കട്ടെ. മേ ഐ ആസ്ക്. മനസ്സിലായോ? ഇനി ഈ മേ മാറ്റിയിട്ട് നിങ്ങൾ ഷുഡ് ആക്കി നോക്കി. ഷുഡ് എന്ന് പറഞ്ഞാൽ ഒരു നോ എന്നുള്ള സൗണ്ടാണ്. ഷുഡ് ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കണോ. മനസ്സിലായി? ഷുഡ് ഐ ആസ്ക്, ഞാൻ ചോദിക്കണം. ഒരു നോ എന്നുള്ള സൗണ്ട് വരും. ഷുഡ് ഐ ആസ്ക്, ഞാൻ ചോദിക്കണം. ഷുഡ് ഐ ആസ്ക് ഹിം എനിത്തിങ്, ഞാൻ അവനോട് എന്തെങ്കിലും ചോദിക്കണം എന്നൊക്കെ ചോദിക്കില്ല. അതാണ് ഷുഡ്. ഓക്കെ, ഇനി ഈ ഷുഡ് മാറ്റിയിട്ട് നിങ്ങൾ ലെറ്റ് മീ ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലെറ്റ് മീ ആസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കട്ടെ. ലെറ്റ് മീ ആസ്ക് ഹിം, ഞാനോടൊന്ന് ചോദിക്കട്ടെ. കുറച്ച് റെസ്പെക്റ്റ് ഒക്കെ ഉണ്ട്. ലെറ്റ് മീ ആസ്ക് ഹിം, ഞാൻ ചോദിക്കട്ടെ. പെർമിഷൻ ചോദിക്കുകയാണ്. ലെറ്റ് മീ ആസ്ക്. മനസ്സിലായോ? ഇനി നിങ്ങൾ വില്ലാക്ക്. വിൽ ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? വിൽ ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കുമോ എന്നാണ്. അങ്ങനെ നമ്മൾ സാധാരണ ചോദിക്കാറില്ലല്ലേ. വിൽ ഹി ആസ്ക് നോക്കും. വിൽ ഹി ആസ്ക് എന്ന് പറഞ്ഞാൽ അവൻ ചോദിക്കുമോ. വിൽ ഹി ആസ്ക്. വിൽ ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വരാറില്ല. ഞാൻ ചോദിക്കുമോ നമ്മൾ പറയില്ലല്ലോ അല്ലേ. അതേപോലെ ഷൾ ഐ ആസ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ചോദിച്ചാലോ. ഒരു ലോ. ഷൾ ഐ ആസ്ക് ഹിം, ഞാൻ അവനോട് ചോദിച്ചാലോ. മനസ്സിലായോ? അപ്പോൾ എല്ലാം ഡിഫറെൻറ്റ് യൂസേജ് ആണ്. ശരിക്കും പഠിക്കാൻ മനസ്സിലാക്കുക. അപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞങ്ങളുടെ ഓൺലൈൻ സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിൽ പഠിക്കാം. ഇംഗ്ലീഷ് പഠിച്ചു തുടങ്ങുന്ന ആളുകൾക്ക് നല്ല ഉപകാരപ്പെടും. ബയോയിൽ വാട്സാപ്പ് ലിങ്ക് ഉണ്ട്, ക്ലിക്ക് ചെയ്യാം. പുതിയ ബാച്ച് ഉടനെ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വളരെ ചെറിയ ഫീ ആണ്. താങ്ക് യു.